എയർ ഇന്ത്യയും ഔദ്യോഗികമായി ഈ ഘട്ടത്തിൽ പ്രതികരിച്ചിട്ടുണ്ട്. അതായത് എയർ ഇന്ത്യ വാർത്താക്കുറിപ്പിൽ അറിയിച്ചിരിക്കുന്ന കാര്യം, എയർ ഇന്ത്യ 171 വിമാനം ലണ്ടനിൽ നിന്ന് അഹമ്മദാബാദിൽ നിന്ന് ലണ്ടനിലേക്ക് പുറപ്പെട്ട വിമാനമാണ് അപകടത്തിൽപ്പെട്ടത്. ഒപ്പം തന്നെ ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ വരും മിനിറ്റുകളിൽ പങ്കുവെക്കാം എന്നൊരു പ്രതികരണമാണ് ഇപ്പോൾ എയർ ഇന്ത്യയുടെ ഭാഗത്തു നിന്നും ഇപ്പോൾ ഈ ഘട്ടത്തിൽ ഉണ്ടായിരിക്കുന്നത്. ഏതായാലും പ്രദേശത്ത് രക്ഷാപ്രവർത്തനം ഊർജിതമായി തന്നെ തുടരുകയാണ്. ഇപ്പോഴും തീ ആളിക്കത്തുന്നുണ്ട്, പുക ഉയരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ തീ കെടുത്താൻ കഴിഞ്ഞിട്ടില്ല. കൂടുതൽ സേനകൾ ഇവിടേക്ക് എത്തിക്കൊണ്ടുണ്ട്. ഇപ്പോൾ NDRFന്റെ ഏതാണ്ട് 90 അംഗ സേനയെ അവിടേക്ക് വിന്യസിച്ചിട്ടുണ്ട്. ഇതിനോടകം തന്നെ ഫയർഫോഴ്സ് അവിടെയുണ്ട്, പോലീസുണ്ട്. അങ്ങനെ കൂടുതൽ സേനകൾ എത്തിക്കൊണ്ട് പരമാവധി ആളുകളെ രക്ഷപ്പെടുത്തുക, അവരെ ആശുപത്രിയിലേക്ക് എത്തുക എന്ന ദൗത്യത്തിലാണ് ഇപ്പോൾ ഉള്ളത്. നാട്ടുകാരും ഇപ്പോൾ രക്ഷാപ്രവർത്തനത്തിൽ പങ്കാളിയായിക്കൊണ്ടിരിക്കുകയാണ്. സജിത്ത്, അതാണ് സാഹചര്യം. ഇതിനിടയിൽ വിജയ് റൂപാണി ഈ ഫ്ലൈറ്റിൽ യാത്ര ചെയ്യുന്നതിന് വേണ്ടി എടുത്ത ടിക്കറ്റ് അടക്കം പുറത്തു വരുന്നുണ്ട്. പക്ഷേ അദ്ദേഹം ആ വിമാനത്തിൽ അപ്പോൾ ആ സമയത്ത് ഉണ്ടായിരുന്നില്ല എന്നാണ് നമുക്ക് ലഭ്യമാവുന്ന വിവരം. ഒരുപക്ഷേ പ്രേക്ഷകർക്ക് കൂടി അത് കാണാൻ കഴിയുമെന്ന് കരുതുന്നു. ആ തരത്തിൽ അതിൻ്റെ ദൃശ്യങ്ങളടക്കം വരുന്നുണ്ട്. അതായത് അഹമ്മദാബാദിൽ നിന്നും ലണ്ടനിലേക്കുള്ള യാത്രയിൽ തന്നെയായിരുന്നു അദ്ദേഹം ബുക്ക് ചെയ്തിരുന്നത്. ടെർമിനൽ 2-ൽ നിന്നും അദ്ദേഹം ഈ വിമാനത്തിൽ യാത്ര ചെയ്യാൻ തീരുമാനിച്ചിരുന്നു എന്നതാണ് അതിൻ്റെ വിശദാംശങ്ങൾ കൂടി ഇപ്പോൾ പുറത്തു വരുന്നത്. ഇതാ പ്രേക്ഷകർ കാണുന്ന അതിൻ്റെ ദൃശ്യങ്ങളാണ്. വിജയ് റൂപാണി, അതിൻ്റെ മുകളിൽ തന്നെ പാസഞ്ചറുടെ നെയിം വളരെ വ്യക്തമായി പറയുന്നുണ്ട്. റൂപാണി വിജയ് രാംനിക്കൽ MR എന്ന് കൃത്യമായി തന്നെ പറയുന്നുണ്ട്. ടിക്കറ്റ് നമ്പറും റെഫറൻസ് നമ്പറും അടക്കം വ്യക്തമാണ്. എന്തായാലും അദ്ദേഹം ഈ ഫ്ലൈറ്റിൽ യാത്ര ചെയ്യുന്നതിന് വേണ്ടി ടിക്കറ്റ് എടുത്തിരുന്നു എന്ന കാര്യം വ്യക്തമാണ്. സ്വാഭാവികമായും അതുകൊണ്ട് തന്നെയാണ് വിജയ് റൂപാണിയും അപകടത്തിൽപ്പെട്ടോ എന്ന ആശങ്ക ഉയർന്നത്. അതിലൊരു പൂർണ്ണ സ്ഥിരീകരണം ഇതുവരെയും വന്നിട്ടില്ല. ഇപ്പോൾ നമുക്ക് ലഭ്യമാകുന്ന വിവരം അത് അദ്ദേഹം യാത്ര ചെയ്തിരുന്നില്ല എന്ന വിവരമാണ്. പക്ഷേ അദ്ദേഹം ഈ ഫ്ലൈറ്റിൽ യാത്ര ചെയ്യാൻ ടിക്കറ്റ് എടുത്തിരുന്നു എന്ന വിവരം കൂടിയാണ് നമുക്ക് വ്യക്തമാകുന്ന വിവരം പുറത്തു വരുന്നുണ്ട്. എന്തായാലും പക്ഷേ അദ്ദേഹം ഈ ഫ്ലൈറ്റിൽ ഉണ്ടായിരുന്നില്ല, മറ്റൊരു ഫ്ലൈറ്റിലായിരുന്നു എന്ന വിവരമുണ്ട്. പക്ഷേ സ്ഥിരീകരണം ആവശ്യമുണ്ട്. ഇപ്പോൾ ഗുജറാത്തിലെ അടക്കം പ്രാദേശിക മാധ്യമങ്ങൾ വിജയ് റൂപാണി അപകടത്തിൽപ്പെട്ടു എന്ന വിവരം തന്നെയാണ് റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷേ അതിന് പൂർണ്ണ സ്ഥിരീകരണമില്ലാത്തതിനാൽ നമ്മൾ ഇക്കാര്യം ഉറപ്പിക്കുന്നില്ല. പക്ഷേ ആശങ്ക ഇപ്പോഴും നിലനിൽക്കുന്നു എന്ന സാഹചര്യം കൂടിയുണ്ട്. സാഹചര്യം അതാണ്. പ്രധാനമന്ത്രി അടക്കം രാജ്യത്തിൻ്റെ സർവ്വ സംവിധാനങ്ങളും അഹമ്മദാബാദിലെ ഈ ഫ്ലൈറ്റ് അപകടത്തിലേക്ക് കേന്ദ്രീകരിക്കുന്നു എന്നതാണ്. സംഭവിച്ചത് എന്താണ് എന്ന കാര്യത്തിൽ വ്യക്തത ഇനിയും ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് തന്നെ വളരെ ആശങ്കപ്പെട്ട് തന്നെ നിൽക്കുന്നു. വളരെ ആശങ്കയോട് തന്നെ ഈ കാര്യങ്ങൾ നിലനിൽക്കുന്നു എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. യെസ്, പുതിയ വിവരം കൂടി വരുന്നുണ്ട്. അതായത് ഒരു പ്രത്യേക വിമാനത്തിൽ വിജയവാഡയിൽ നിന്നും അഹമ്മദാബാദിലേക്ക് പ്രധാനപ്പെട്ട വ്യക്തികൾ യാത്ര ചെയ്യുകയാണ്. പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദി, അമിത്ഷാ, ഒപ്പം തന്നെ ഗുജറാത്ത് ചീഫ് മിനിസ്റ്റർ അടക്കമുള്ളവർ അവിടേക്ക് ഉടൻ തന്നെ എത്തിച്ചേരുമെന്ന കാര്യം കൂടിയുണ്ട്. വൈകിട്ട് 5 മണിയോടുകൂടി അവിടെ എത്തിച്ചേരുമെന്ന വിവരങ്ങൾ കൂടി പുറത്തു വരുന്നുണ്ട്. ഇതിനിടയിലാണ് മുൻ ഗുജറാത്ത് CM കൂടി ഇതിലുണ്ടായിരുന്ന അപകടത്തിൽപ്പെട്ടു എന്ന സംബന്ധിച്ച് ചില ആശങ്കകൾ ഉയർന്നിരുന്നത്. എന്തായാലും അതിൽ ഒരു വ്യക്തത ഇനിയും ഉണ്ടാവാനുണ്ട് എന്നതാണ് സാഹചര്യം. രാജ്യം ഞെട്ടലോടെ ആശങ്കയോടെ എന്താണ് സംഭവിച്ചത് എന്നറിയാൻ കാത്തിരിക്കുകയാണ്. വലിയ വിമാന അപകടമാണ്. സർദാർ വല്ലഭായ് പട്ടേൽ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്നും പറന്നുയർന്ന വിമാനം, 1:30 പറന്നുയർന്ന വിമാനം മിനിറ്റുകൾക്കുള്ളിൽ തന്നെ തകർന്നു വീഴുകയാണ് ഉണ്ടായത് ജനവാസ മേഖലയിലെ കെട്ടിടങ്ങൾക്ക് നടുവിലേക്ക്. എന്താണ് സംഭവിച്ചത്? ഇതിൽ കാരണമെന്താണ്? മറ്റെന്തെങ്കിലും തരത്തിലുള്ള അട്ടിമറി സ്വഭാവം ഈ അപകടത്തിനുണ്ടോ തുടങ്ങിയ ആശങ്കയുയർത്തുന്ന കാര്യങ്ങൾ മുന്നിലുണ്ട്. ഇതിൽ ഔദ്യോഗിക സ്ഥിരീകരണങ്ങൾ വരേണ്ടതുണ്ട്. അതുകൊണ്ട് നമുക്ക് കാത്തിരിക്കാം. പക്ഷേ ഒരു കാര്യം വ്യക്തമാണ്, അപകടം അത് രാജ്യം കണ്ട വലിയൊരു വിമാന ദുരന്തമായി തന്നെ മാറുന്നു എന്നതാണ്. ഞെട്ടിക്കുന്ന, പേടിപ്പിക്കുന്ന കണക്കുകൾ നമുക്ക് മുന്നിലേക്ക് വരുമോ എന്ന ആശങ്ക കൂടി നമുക്ക് മുന്നിൽ ഉണ്ടാവുന്നുണ്ട്. ഇതിൽ ഒരു വ്യക്തത വരാൻ അല്പം കൂടി നമുക്ക് കാത്തിരിക്കാം. രാകേഷ്, ഒരു കാര്യം കൂടി, പുതിയ ദൃശ്യങ്ങൾ വ്യക്തമാവുന്നുണ്ട് അവിടുത്തെ രക്ഷാപ്രവർത്തനം സംബന്ധിച്ച്. ഒരു കാര്യം വ്യക്തമാണ്, ഈ അന്താരാഷ്ട്ര സർവീസുകളിലടക്കം വലിയ സുരക്ഷാ സംവിധാനങ്ങൾ പാലിക്കപ്പെടുക നോർമൽ പ്രോട്ടോക്കോളാണല്ലോ. ഇതൊക്കെ പാലിച്ചാവണം ആ വിമാനം അവിടുന്ന് പുറപ്പെട്ടിട്ടുണ്ടാവുക. അതിനുശേഷം ഇങ്ങനെ അപകടം ഉണ്ടാകുമ്പോൾ യന്ത്ര തകരാറോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും അട്ടിമറി സാധ്യതയോ അങ്ങനെ പല സംശയങ്ങളും സ്വാഭാവികമായും ഉയർന്നു വരും. അത്തരം സൂചനകളൊന്നും ഇതുവരെയും അധികൃതർ പങ്കുവച്ചിട്ടില്ലല്ലോ, അല്ലേ?
ഇല്ല സജിത്ത്, അത്തരം വിവരങ്ങൾ പങ്കുവച്ചിട്ടില്ല എന്ന് മാത്രമല്ല DGCയുടെ വാർത്താക്കുറിപ്പിൽ നിന്ന് വ്യക്തമാകുന്നത് വിമാനത്തിന് നിയന്ത്രണം നഷ്ടപ്പെട്ടു എന്ന് തന്നെയാണ്. DGC അക്കാര്യം തന്നെയാണ് സൂചിപ്പിക്കുന്നത്. കാരണം 1:39 ഈ വിമാനം പറന്നു വരുന്നു എന്നാണ് ഈ DGC പറയുന്നത്. അതായത് റൺവേ 23 നിന്ന് അഹമ്മദാബാദ് വിമാനത്താവളത്തിലെ റൺവേ 23 നിന്ന് പറന്നു വരുന്നു. അതിനുശേഷം ഇത്തരത്തിൽ മെയ്ഡേ കോൾ ലഭിച്ചു എന്നുകൂടി സ്ഥിരീകരിക്കുന്നുണ്ട് DGC. സാധാരണഗതിയിൽ ഇത്തരത്തിൽ ഏതെങ്കിലും തരത്തിൽ പ്രതികൂല സാഹചര്യങ്ങളൊക്കെ തന്നെ നേരിടുമ്പോഴാണ് അത്തരത്തിൽ മെയ്ഡേ കോൾ ലഭിക്കാറ് എന്നാണ് DGC പറയുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള അറിയിപ്പ് എയർ ട്രാഫിക് കൺട്രോൾ റൂമിന് ലഭിച്ചിരുന്നു. അതിനുശേഷം ഒരു തരത്തിലും ഈ വിമാനവുമായി ബന്ധപ്പെടാൻ കഴിഞ്ഞില്ല. അവരുടെ ഭാഗത്തുനിന്ന് പ്രതികരണം ഒന്നും തന്നെ ഉണ്ടായില്ല എന്നുകൂടി DGC പറയുമ്പോൾ സ്വാഭാവികമായും മറ്റെന്തോ തകരാർ സംഭവിച്ചിട്ടുണ്ട് വിമാനത്തിന് എന്ന് വേണം മനസ്സിലാക്കാൻ. നമുക്ക് പ്രാഥമിക തലത്തിൽ നേരത്തെ കിട്ടിയ വിവരം ഇത്തരത്തിൽ വിമാനത്തിന്റെ നിയന്ത്രണം പറന്നു വരുന്നതിന് പിന്നാലെ നഷ്ടപ്പെട്ടു. അതിനുശേഷം ഒരു മരത്തിൽ വിമാനത്തിന്റെ പിൻവശം തട്ടി. തുടർന്ന് ജനവാസ മേഖല മേഘാനി എന്ന് പറയുന്ന മേഖലയിൽ നിരവധി ഫ്ളാറ്റുകളും കെട്ടിടങ്ങളും ഒക്കെ തന്നെ ഉള്ള മേഖലയിൽ ഈ വിമാനം തകർന്നു വീഴുകയായിരുന്നു എന്നാണ് നേരത്തെ ലഭിച്ച വിവരം. അപ്പോൾ അതിനോട് ചേർന്ന് നിൽക്കുന്ന ഒരു പ്രതികരണം തന്നെയാണ്, അറിയിപ്പ് തന്നെയാണ്, സ്ഥിരീകരണം തന്നെയാണ് DGCയുടെ ഭാഗത്ത് നിന്ന് ഈ ഘട്ടത്തിൽ ഉണ്ടായിട്ടുള്ളത്. മാത്രവുമല്ല ഇപ്പോൾ ലഭിക്കുന്ന വിവരം അനുസരിച്ച് 242 പേർ, അതിൽ 230 യാത്രക്കാർ, ഒപ്പം തന്നെ മറ്റ് 2 പൈലറ്റുമാർ കൂടാതെ വിമാനത്തിലെ ജീവനക്കാർ ഉൾപ്പെടെ അങ്ങനെ 242 പേർ എന്ന സ്ഥിരീകരണം കൂടി ഇപ്പോൾ ലഭ്യമാകുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും മരണസംഖ്യ സംബന്ധിച്ച വിവരങ്ങളൊന്നും തന്നെ ലഭ്യമായിട്ടില്ല. പക്ഷേ മരണസംഖ്യ ഉണ്ടാകുമെന്ന കാര്യത്തിൽ സംശയമില്ല. ഏതായാലും കൂടുതൽ ആൾനഷ്ടം ഉണ്ടാകാതിരിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഏതായാലും അത്തരം വിവരങ്ങളിലേക്കും തന്നെ അധികൃതരുടെ ഭാഗത്തുനിന്ന് ഈ ഘട്ടത്തിൽ ഉണ്ടാവുകയും ചെയ്തിട്ടില്ല. ഏതായാലും രക്ഷാപ്രവർത്തനം ഈ ഘട്ടത്തിലും പുരോഗമിക്കുന്നു. NDRF അടക്കം രക്ഷാപ്രവർത്തനം ഇപ്പോൾ മേൽനോട്ടം വഹിക്കുകയും ചെയ്യുന്നുണ്ട്. മാത്രമല്ല ഒരുപക്ഷെ വലിയ രീതിയിൽ തീ ആളിക്കത്തുന്നുണ്ട്. പ്രത്യേകിച്ച് ഇത് അഹമ്മദാബാദിൽ നിന്ന് ലണ്ടനിലേക്കുള്ള വിമാനം എന്ന് പറയുമ്പോൾ വലിയ ദൈർഘ്യമേറിയ യാത്ര ഈ വിമാനത്തിനുണ്ട്. സ്വാഭാവികമായും ഇന്ധനം ഇത്തരത്തിൽ വലിയ തോതിൽ ഉണ്ടാകാനുള്ള സാധ്യതയുമുണ്ട്. സാധാരണഗതിയിലൊക്കെ തന്നെ നമുക്കറിയാം ഇത്തരം മുൻപ് ഇത്തരത്തിൽ ഏതെങ്കിലും തരത്തിൽ അപായ നിർദ്ദേശങ്ങളൊക്കെ തന്നെ ഉണ്ടാകുമ്പോൾ ഇത്തരത്തിൽ ഇന്ധനം കത്തിച്ച് കളയുക അല്ലെങ്കിൽ ഇന്ധനം ചെലവാക്കുന്നതാണ് അല്ലെങ്കിൽ പതിവ് രീതി. അപ്പോൾ സ്വാഭാവികമായും പറന്നു ഉയർന്നത് തന്നെ പ്രത്യേകിച്ച് ലണ്ടനിലേക്കുള്ളൊരു വിമാനം എന്ന് പറയുമ്പോൾ അതിൽ ഇന്ധനം വളരെയധികം ഉണ്ടായിട്ടുണ്ടാകാം. അതാകാം ഇത്തരത്തിൽ വലിയ തോതിൽ വിമാനം കത്തിപ്പെടാൻ ഇടയാക്കിയത്. ഒപ്പം മരത്തിൽ ഇടിച്ചതും ഇതിൻ്റെ അപകടത്തിൻ്റെ വ്യാപ്തി കൂട്ടിയിട്ടുണ്ട്. ഏതായാലും രക്ഷാപ്രവർത്തനം ഈ ഘട്ടത്തിലും പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു. മറ്റ് തരത്തിലുള്ള കണക്കുകൾ അല്ലെങ്കിൽ ഏതെങ്കിലും അപകടങ്ങളെ സംബന്ധിച്ച് വിവരങ്ങളിലേക്ക് ഇതുവരെ ഉണ്ടായിട്ടില്ല. ഇപ്പോൾ ഏതായാലും കേന്ദ്ര സർക്കാർ തന്നെ, കേന്ദ്ര വ്യോമയാന മന്ത്രാലയം തന്നെ ഈ വിഷയത്തിൽ നേരിട്ട് ഇടപെട്ടിട്ടുണ്ട്. വ്യോമയാന മന്ത്രി ഇതിനോടകം തന്നെ അഹമ്മദാബാദിലേക്ക് തിരിക്കുമെന്ന പ്രതികരണവും നടത്തുകയും ചെയ്തിട്ടുണ്ട്. അത്തരത്തിൽ രക്ഷാപ്രവർത്തനമൊക്കെ തന്നെ ഊർജിതമായി തന്നെ നടക്കുന്നു. നിലവിൽ സംസ്ഥാന പോലീസും ഫയർഫോഴ്സിനും പുറമെ NDRF കൂടി ചേർന്നുകൊണ്ട് നാട്ടുകാരുടെ സഹായത്തോടുകൂടി രക്ഷാപ്രവർത്തനമാണ് ഈ ഘട്ടത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. സജിത്ത്, അതാണ് ഇപ്പോൾ സംഭവിക്കുന്നത്. എന്തായാലും രക്ഷാപ്രവർത്തനം ആ തരത്തിൽ പുരോഗമിക്കുകയാണ്. ഇതിനിടയിൽ എയർ ഇന്ത്യ ചെയർമാൻ N ചന്ദ്രശേഖരൻ്റെ കൂടി സ്റ്റേറ്റ്മെൻറ്റ് പുറത്തു വരുന്നുണ്ട്. അദ്ദേഹം വ്യക്തമാക്കുന്നത് ഈ അപകടത്തിൽപ്പെട്ട എല്ലാവർക്കും ആദരാഞ്ജലികൾ, കണ്ടോളൻസസ് നേരിടുകയാണ്. ഒപ്പം അവരുടെ ഫാമിലിയൊക്കെ അദ്ദേഹം അതിൻ്റെ ദുഃഖം അറിയിക്കുകയാണ്. പക്ഷേ ഈ അപകടത്തിൻ്റെ വസ്തുത, അപകടത്തിൽ എത്ര പേർ അപകടത്തിൽപ്പെട്ടു, അവരുടെ നിലവിലുള്ള അവസ്ഥ സംബന്ധിച്ച ഒരു വ്യക്തതയും ഇതുവരെയും ഔദ്യോഗികമായി പുറത്തു വിട്ടിട്ടില്ല. പക്ഷേ ഒരു വലിയ അപകടം, 30 മരണം സ്ഥിരീകരിച്ചു എന്ന വിവരം കൂടി വരികയാണ്. അങ്ങനെയെങ്കിൽ ഒരു വലിയ പ്രതിസന്ധിയായി തന്നെ ഇത് മാറുന്നു എന്ന സാഹചര്യം ഉണ്ടാവുകയാണ്. At this moment, our primary focus is to support all the affected people. അവിടെ 2 രീതിയിലാണ് സംഭവിച്ചിരിക്കുക. ഒന്ന്, വിമാനത്തിൽ യാത്ര ചെയ്തിരുന്നവർ, അവർക്കുണ്ടായ അപകടം. മറ്റൊന്ന്, വിമാനം ജനവാസ മേഖലയിലേക്ക് ഇടിച്ചിറങ്ങുകയായിരുന്നു. സ്വാഭാവികമായി ആ കെട്ടിടങ്ങളിൽ ഉണ്ടായിരുന്ന ആ ജനവാസ മേഖലയിൽ ജനങ്ങളെ അത് എങ്ങനെ ബാധിച്ചു എന്ന മറ്റൊരു വിഷയം കൂടി. അങ്ങനെ 2 തരത്തിലുള്ള പ്രതിസന്ധി കൂടി ഇക്കാര്യത്തിൽ ഉണ്ടാകുന്നു എന്നതാണ്. വലിയ തരത്തിലേക്ക് അപകടം മാറിയിട്ടുണ്ട് എന്ന് നമുക്ക് വ്യക്തമാണ്. അതാണ് ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാവുന്നതും. ഇപ്പോൾ പുറത്തു